അദ്ദേഹത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഡോക്ടർമാരുടെ സംഘവുമായി സംസാരിച്ചിരുന്നു. അവർ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെഡിക്കൽ ബ്രീഫിംഗ് നടത്തും. എങ്കിലും അവർ പറഞ്ഞത് മൂക്കിന് 3 സാരമായ പൊട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും സംസാരിക്കുമ്പോഴും വായിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. ശ്വാസം എടുക്കുമ്പോഴുമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഗൗരവതരമായിട്ടുള്ള മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. ആ ചോര അത്രയും ഇവിടെ ശ്രീ PK ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ പാളി കട്ടെടുത്തത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ തെരുവിൽ എത്ര ചോര വീഴ്ത്തേണ്ടി വന്നാലും ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു വിഷ്വൽ പുറത്തുവിടുന്നത്, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന വിഷ്വൽ പുറത്തുവിടുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴും 2 തവണയായി, 2 അടിയെന്നല്ല 2 തവണയായിട്ടാണ് അദ്ദേഹത്തിനെ പോലീസ് മർദ്ദിച്ചതെന്നാണ് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും കടക്കാതെ SP ബൈജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അയാൾ ഏത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷാഫി പറമ്പിലിനെ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത്? അപ്പോൾ ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരാളെ പോലീസ് അടിച്ചിട്ടില്ല എന്ന് SP തന്നെ പറയുന്നു. അതിനുശേഷം അദ്ദേഹം പരിക്കുമായി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് SP നടത്തുന്നത്. CPM രചിച്ച ഒരു സ്റ്റോറി ബോർഡുണ്ട്. ഇന്നലെയൊക്കെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന നേതാക്കന്മാർ നടത്തിയ നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ പറയുന്ന സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ. ആ സ്റ്റോറി ലൈൻ CPM പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന് യാതൊരു വിധമായ അന്വേഷണവും നടത്താതെ എങ്ങനെയാണത് പറയാൻ കഴിയുക? അപ്പോൾ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ഡെസിഗ്നേറ്റഡ് ആണ്. അവിടെ ഇപ്പോൾ ശ്രീ PK ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ആര് ഡെസിഗ്നേറ്റ് ചെയ്തു? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ശ്രീ PK ഫിറോസ് വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനമായിട്ടുണ്ടായിരുന്നു. വടകര മണ്ഡലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം മുതൽ അദ്ദേഹം വളരെ രൂക്ഷമായ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി പുലബന്ധം പോലുമില്ലാത്ത വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിച്ചു. നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ച് അദ്ദേഹത്തെ സംഘർഷത്തിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPMൻ്റെ ഭാഗത്തു നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ നിങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ സ്ഥാനാർത്ഥിയെ തടയുന്ന സാഹചര്യം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മലബാറിലുണ്ടായിരിക്കുന്ന CPM കോട്ടകളിലെ വിള്ളൽ, ഇപ്പോൾ CPMൻ്റെ ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീ ഷാഫി പറമ്പിലിനോടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ശ്രീമതി ശൈലജ ടീച്ചർ പരാജയപ്പെട്ടു. ആ തോൽവി കഴിഞ്ഞ് 2 വർഷത്തോളമായിട്ടും ഉൾക്കൊള്ളാൻ CPMൻ്റെ പ്രവർത്തകർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അത് 5-10 വോട്ടിനല്ല, 1,14,000 വോട്ടിന് തോറ്റ ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായി ആ സമയത്തെ കാഫർ സ്ക്രീൻഷോട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇന്നലെ പോലും നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ ഗ്രാവിറ്റിയുള്ള വിഷയമാണ്. ഒരു UDFൻ്റെ ഒരു വലിയ പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തെ ആക്രമിക്കുവാൻ വേണ്ടി 50ഓളം വരുന്ന ആയുധധാരികളായ CPMൻ്റെ സംഘം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? പോലീസ് ആ ആയുധധാരികളായ അക്രമകാരികളെ ഒഴിച്ചുവിടണം. ടിയർ ഗ്യാസ് പ്രകടനത്തിന് നേർക്ക് ഉപയോഗിക്കുന്നു. ശ്രീ ഷാഫി പറമ്പിൽ അവിടെ എത്തിയിരുന്നില്ല എങ്കിൽ ഒരു വലിയ കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നു, ഉറപ്പാണ്. പോലീസിൻ്റെ സ്ക്രിപ്റ്റിൽ ആ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. ഒരു വലിയ അത്യാഹിതം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിച്ചു. ആ അത്യാഹിതത്തെ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഇടപെടൽ കൊണ്ട് തടുത്ത് നിർത്തിയതിൻ്റെ കൂടി അരിശം അതിനകത്തുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അബദ്ധത്തിൽ സംഭവിച്ചതല്ല. കൃത്യമായി ബോധപൂർവം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.